തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഞ്ചാവ് പിടികൂടി. പുലർച്ചെ 3 മുതൽ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പോലീസ് ജയിൽ അധികൃതരുടെ സംയുക്ത പരിശോധനയിലാണ് കണ്ടെത്തിയത്. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, വലിയ കഞ്ചാവ് വേട്ട, അതും ജയിലിനുള്ളിൽ. ഇപ്പോഴും സംയുക്ത പരിശോധന തുടരുകയാണോ? KP തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സംസ്ഥാന വ്യാപകമായിട്ടുള്ള സെൻട്രൽ ജയിലുകൾ കേന്ദ്രീകരിച്ച് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പരിശോധനകൾ നടക്കുകയാണ്. ഇന്ന് രാവിലെ 2 മണി മുതൽ ആരംഭിച്ചതാണ്. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ജയിലായിട്ടുള്ള സെൻട്രൽ ജയിൽ ഉൾപ്പെടെ, പൂജപ്പുരയിലെ സെൻട്രൽ ജയിൽ ഉൾപ്പെടെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള എല്ലാ സെൻട്രൽ ജയിലുകളിലും പരിശോധന നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇപ്പോൾ കഞ്ചാവ് ജയിലിനുള്ളിൽ നിന്ന് തന്നെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. എത്ര ഗ്രാമാണ്, എത്ര കിലോളം, അല്ലെങ്കിൽ അങ്ങനെ വ്യക്തമായ കണക്കുകൾ പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. ജയിൽ അധികൃതരുണ്ട്, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. ഇവരൊക്കെ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ജയിലിലെ തടവുകാരുടെ കൈകളിൽ നിന്നടക്കം ഈ കഞ്ചാവ് പിടിച്ചിട്ടുള്ളത്. പലരും സൂക്ഷിച്ചിട്ടുള്ള കഞ്ചാവാണ് പിടികൂടിയതെന്നുള്ളതാണ് പ്രാഥമികമായി നമുക്കറിയാൻ സാധിക്കുന്നത്. ജയിലിനുള്ളിൽ വെച്ച് കഞ്ചാവ് പിടികൂടിയത് ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ്. ഇത് ജയിൽ അധികൃതരുടെ അടക്കം ചില ഒത്താശ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള സംശയം ഈ ഒരു സാഹചര്യത്തിൽ ഉയരുകയാണോ? എങ്ങനെ ഈ പ്രതികൾക്ക്, ജയിലുള്ളിൽ കഴിയുന്നവർക്ക് കഞ്ചാവ് അടക്കമുള്ള ഈ ലഹരി വസ്തുക്കൾ ലഭിച്ചു എന്നതടക്കമുള്ള പരിശോധനയിലേക്കാണ് ഇനി കാര്യങ്ങൾ നീങ്ങുക, അല്ലേ? തീർച്ചയായും KP അങ്ങനെ തന്നെയാണ്. ജയിൽ അധികൃതരുടെയും ഉദ്യോഗസ്ഥരുടെയും വീഴ്ച തന്നെയാണ് തടവുകാരുടെ കൈകളിലേക്ക് ഈ കഞ്ചാവ് എത്തുന്നത് എന്ന പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജയിലുകളിലും ഈ പരിശോധന വേണമെന്നൊരു ആവശ്യം ഉയരുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു മിന്നൽ പരിശോധന എന്നോണം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പരിശോധന ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി നടത്തിയത്. അതിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇത്തരത്തിലൊരു കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. മറ്റു ജയിലുകളുടെ കണക്കുകൾ കൂടി ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ജയിൽ അധികൃതരുടെ സഹായമുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടി വരിക. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാരുടെ കൈകളിൽ ജയിലിലേക്ക് എത്തിക്കാനുള്ള മയക്കുമരുന്ന് അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇതടക്കം വാർത്തകളായി വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു മിന്നൽ പരിശോധന സംസ്ഥാന വ്യാപകമായി നടത്തുകയും ചെയ്തത്. എന്തായാലും ഇത്തരത്തിൽ തടവുകാരുടെ കൈകളിലേക്ക് ഈ ഒരു കാര്യം എത്തിയത് എങ്ങനെയാണ് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം ഈ ഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ജയിലിലേക്ക് തടവുകാരെ കാണാനെത്തുന്ന ബന്ധുക്കൾ, ഒപ്പം തന്നെ അവരുമായിട്ടൊക്കെ കേന്ദ്രീകരിച്ചും ഇതിന്റെ ഭാഗമായ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജയിലിലും രക്ഷയില്ല, ഏറ്റവും സുരക്ഷിതമാണ് എന്ന് പറയപ്പെടുന്ന ഒരിടത്ത് പോലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ടെത്തിയത് കഞ്ചാവാണ് എന്നുള്ളതാണ്. അത് ആരുടെ കൈകളിലേക്ക് എത്തി, എപ്പോൾ എത്തി, എങ്ങനെ എത്തി, ഇനിയുമുണ്ടോ, ഇത് തുടർച്ചയായി അവിടെ നടക്കുന്ന പ്രവർത്തനമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ ഈ സംഘം പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിലും ഈ രാവിലെ ആരംഭിച്ച 2 മണിക്ക് ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ് പല ജയിലുകളിലും. KP തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നാണ് വലിയ കഞ്ചാവ് വേട്ട. പുലർച്ചെ 3 മുതൽ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയ്ക്കിടെയാണ് ഇവ കണ്ടെത്തിയത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.